ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി ചോറാണ്. എല്ലാവർക്കും അറിയായിരിക്കും ടൊമാറ്റോ റൈസ്. അപ്പോൾ ഞാൻ അത് അരി കാര്യങ്ങളെല്ലാം വേവിച്ചെന്ന് വെച്ചാൽ വെച്ചൂറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ തക്കാളി ഇട്ടിട്ട് സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, കൊച്ചുള്ളി ഇത്ര സാധനം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കാശ്മീരി ചില്ലി, ഒരിത്തിരി കുരുമുളക്, ഇത്രയും സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത് ആഡ് ചെയ്യാണ്. അതിനുശേഷം നന്നായി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിൽ ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ സവാളയും തക്കാളിയും വഴറ്റുന്ന ടൈമിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ റൈസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തിട്ട് അതിടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാവരും മലയ്ക്ക് പോകാൻ മാല ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരുപാട് കറികളൊന്നും വെജിറ്റേറിയൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ചെറുതായിട്ട് ടൊമാറ്റോ റൈസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അച്ചാറും ഒരു സലാഡും മാത്രം മതിയല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ ചെയ്യുകയാണ്. മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കുക്കിംഗ് വീഡിയോ എന്ന് മാത്രമല്ല ബാക്കി ഒരു വീഡിയോയും എടുത്ത് വലിയ പരിചയമില്ല. അപ്പം അറിയാവുന്ന പോലെയൊക്കെ ചെയ്യുകയാണ്. അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഇഷ്ടമാണ്. അതിൻ്റെ പേരിലാണ് ഇതൊക്കെ. അപ്പം ഞാൻ കുറച്ച് നെയ്യും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടി നമ്മുടെ ആവശ്യത്തിന്, ഞങ്ങളിവിടെ 3 പേരാണുള്ളത്. അപ്പം 3 പേരിൽ ഒരാൾ കുട്ടിയാണ്, അവൻ കുറച്ചേ കഴിക്കൂ. അവന് ഇത് വലിയ താല്പര്യമൊന്നുമില്ല. ബാക്കി ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഒരളവിൽ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പിട്ടിട്ടാണ് ഞാൻ ചോറ് വേവിച്ചിട്ടുള്ളത്. ചോറ് വേവിക്കുന്ന ടൈമിൽ ചോറിങ്ങനെ, അതായത് ഇങ്ങനെ ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ടിട്ട് ചോറ് വേവിക്കാവുന്നതാണ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാണ്. ഇത് കണ്ടോ, ഞാൻ ആ തക്കാളി എല്ലാം വഴറ്റി വെച്ചതിനകത്തോട്ട് റൈസ് കൂടി ഇട്ടു. കുറച്ച് മല്ലിയില കൂടി വേണമെങ്കിൽ നമുക്കിതിൻ്റെ മേലെ ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഇടാം. ബാക്കി ഞാൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം വഴറ്റിയ സമയത്തും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും അതായത് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ചേർക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, പച്ചയ്ക്ക് ഇടിച്ചിട്ട് അതും കൂടി വഴറ്റുന്ന ടൈമിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇത് കണ്ടോ ഗൈസ്, എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ തക്കാളി റൈസ് റെഡി ആയിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നു. പക്ഷേ കുഴപ്പമില്ല. കഴിഞ്ഞൊരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന സമയത്ത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈസി ആയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഒരുപാട് കറികളും വേണ്ടല്ലോ. നമ്മളിപ്പോൾ എന്താ പറയുക, ഇവിടെ 2 പേരും മലയ്ക്ക് പോകാൻ മാല ഇട്ടേക്കുന്നുണ്ട്. നല്ല നോയമ്പ് വേണമല്ലോ. അപ്പോൾ ഒരുപാട് കറികളൊന്നും അങ്ങനെ എനിക്ക് റെഡിയാക്കാൻ അറിയില്ല, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും എന്നും ഈ ഉപ്പേരിയും എന്താ പറയുക കോവയ്ക്കയും ഒക്കെ വെച്ച് എനിക്കും ബോറടിച്ചു, കഴിക്കുന്ന ഇവർക്കും ബോറടിച്ചു. അപ്പം അതിന് വേണ്ടി ഇന്നൊരു വെറൈറ്റി തക്കാളി ചോറ്. അങ്ങനെ എൻ്റെ ടൊമാറ്റോ റൈസ് റെഡി ആയിരിക്കുകയാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ ബൈ, സീ യു.